ആ ഇന്ത്യക്ക് പുറത്തുള്ള ആളാണോ? നല്ല സൂപ്പർ ഓഫർ വന്നിട്ടുണ്ട് കേട്ടോ, ഉപയോഗപ്പെടുത്തണം. എന്താണെന്നറിയാമോ? ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് വോട്ട് ചെയ്യണമെങ്കിൽ സൂപ്പറാണ്. ഒരു രേഖയും വേണ്ട, വോട്ടർ ID വേണ്ട, ആധാർ കാർഡ് വേണ്ട, പാൻ കാർഡ് വേണ്ട, ഒന്നും നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾക്ക് സൗജന്യമായിട്ട് വോട്ട്, അതും ഒരു വോട്ടാണ്. ഇനി 5 വോട്ട് വേണം, ഇനി 100 വോട്ട് വേണം, 200 വോട്ട് വേണം, വേണ അവസരമുണ്ട്. പല ബൂത്തുകളിലായിട്ട് അവസരം നമ്മൾ തരും. അതാണ് ഇപ്പത്തെ മക്കളെ അവസരമാണ് കേട്ടോ. ഇനി ബ്രസീലിലായാലും കുഴപ്പമില്ല, അത് നിങ്ങളെ കുറച്ച് പഴയ ഫോട്ടോ ആണെങ്കിൽ ഒന്നും കൂടെ എളുപ്പത്തിൽ കാര്യം നടക്കും. അതിനുള്ള സൂപ്പർ ഓഫർ ഉണ്ട്, ഉപയോഗപ്പെടുത്തണം, മറന്നു പോകരുത്. ഇനി ഞാൻ പറയണ കളവാണെന്നല്ലേ? അല്ല, വേണം ഇതൊന്ന് നോക്കിക്കോ നിങ്ങള്. ഇതാ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണമെന്ന് നോക്കിക്കോട്ടെ. चेक करना है तो वो उस पर आप उसको स्कैन कर दीजिए, देख लीजिए. इससे क्या पता लगता है? इससे पता लगता है कि ये सेंट्रलाइज्ड ऑपरेशन है. क्यों? क्योंकि ये 10 बूथ में എന്താന്നറിയില്ലേ, ബ്രസീലൊരു മോഡലിന് 1-2 തവണയല്ല, പടച്ച റബ്ബേ എത്ര തവണയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം എന്നറിയാമോ? അങ്ങനെ ഇന്ത്യയില് ഇപ്പത്തെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച് ചർച്ച ചെയ്ത് മീഡിയകൾക്ക് മുമ്പ് വന്ന് പ്രസന്റ് ചെയ്തപ്പോ ഈ മോഡലിന്റെ ഫോട്ടോ കണ്ടപ്പോ ബ്രസീലിൽ ഇരുന്നിട്ട് അവളെ അന്താളിച്ചിരിക്കണം. ഓ ശോ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഒന്ന് തകർക്കായിരുന്നു. അതാണ് ഇപ്പൊ നോക്ക് നിങ്ങൾ ഈ വീഡിയോയില്. അതും ഇവർക്ക് മാത്രമല്ല, ഇങ്ങനെ എത്ര ആളുകൾക്ക് അവസരമാണ്. പക്ഷെ ഒരു ചെറിയൊരു നിബന്ധന ഉണ്ട് കേട്ടോ, മുസ്ലിം പേരാവാൻ പാടില്ല, ക്രിസ്ത്യൻ പേരും ആവാൻ പാടില്ല എന്ന് എനിക്ക് തോന്നണത്. പക്ഷെ RSS ആണെങ്കിൽ എത്ര എണ്ണമാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആരും ചോദിക്കൂല, പറയൂല. തകർത്തോ, സൂപ്പർ ഓഫർ. ഓക്കെ.